പണ്ട് മുഹമ്മദ് റാഫിയാണോ കിഷോർ കുമാറിനെയാണോ ഇഷ്ടം? ജീവിതകാലം മുഴുവൻ ആൾക്കാർ ചോദിച്ചോണ്ടിരുന്നത് ആരെയാണ് കൂടുതൽ ഇഷ്ടം? ലതാ മങ്കേഷ്കറിനെയാണോ ആശാ ഭോൺസ്ലെയാണോ കൂടുതൽ ഇഷ്ടം? മോഹൻലാലിനെയാണോ മമ്മൂട്ടിയാണോ കൂടുതൽ ഇഷ്ടം? ഇങ്ങനെ എല്ലാ കാലത്തും രജനീകാന്തിനെയാണോ കമൽഹാസനെയാണോ ഇഷ്ടം? എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാവുന്ന, കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന, എന്നുവെച്ചാൽ MGR ആണോ ശിവജി ഗണേശനാണോ? ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ജീവിതകാലം മുഴുവൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമ ഈ ഒരു ഹീറോ മോഡിൽ നിന്നും മാറി, ഇപ്പം ഫഹദിനെ പോലെ ഒരാൾ ഒക്കെ സിനിമയെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ നെഗറ്റീവ് റോളും ചെയ്യും, കഥാപാത്രങ്ങളിലേക്ക് മാറും. അപ്പം അങ്ങനെ ഒരു ഹീറോ മോഡ് പിടിക്കാൻ താല്പര്യമില്ലാത്തൊരു സിനിമ മാറിയത് കൊണ്ട് ഒരു താൽക്കാലികമായ ഫേസാണ്, പക്ഷേ ഇറ്റ് വിൽ കം ബാക്ക്. എപ്പോഴും ഇങ്ങനെ രണ്ടുപേരെ വെച്ചിട്ട് ആൾക്കാർക്ക് തർക്കിക്കാൻ ഇഷ്ടമാണ്. എല്ലാ ജീവിതകാലം മുഴുവനും ആൾക്കാരത് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രത്തിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ചരിത്രം ആവർത്തിക്കപ്പെടും. ഇറ്റ് ഓൾവേസ് കം ബാക്ക്. എല്ലാവർക്കും എല്ലാ കാര്യം, ഇപ്പം അവർ KPSC എഴുതുകയാണോ സുകുമാരി അമ്മയാണോ ഇഷ്ടം, ശോഭനയാണോ ഉർവശിയാണോ ഇഷ്ടം, ഇത് എല്ലാ കാലത്തും ഇങ്ങനെ വരുമല്ലോ. അത് മനുഷ്യരുടെ ഒരു സംഭവമാണ്. ഇവരൊന്നും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളെ അല്ല, അല്ലേ? എല്ലാവരും വേറെ വേറെ ലെവലിലുള്ള ആൾക്കാരാണ്. ഒരാൾക്കുള്ള ക്വാളിറ്റി വേറൊരാൾക്കില്ല, വേറൊരാൾക്ക് നമ്മൾക്ക് ടേസ്റ്റിന് ഏത് ചേരുന്നു എന്നുള്ളതല്ലേ. പക്ഷെ അവിടെ ഇങ്ങനെ വൺ ഓഫ് ആയിട്ടുള്ള ആൾക്കാർ വരും. ജഗതി ചേട്ടൻ അതൊരു വൺ ഓഫ് ആണ്. ജഗതി ചേട്ടനാണോ വേറൊരാളോടോ നല്ലതെന്ന് ചോദിക്കാൻ വേറൊരാളില്ല. ഉണ്ടോ? മറ്റേ പോലും ചോദിക്കാം, തിലകൻ ചേട്ടനാണോ നെടുപിടി വെടിച്ചേട്ടനാണോ ഇഷ്ടം എന്നൊക്കെ ആൾക്കാർ ചോദിക്കാം. ജഗതി ചേട്ടനാണോ വേറൊരാളാണോ ഇഷ്ടം എന്ന് ചോദിക്കാനായിട്ട് ഒരാളില്ല. ഉണ്ടോ? അതിനെ വെയിറ്റ് ചെയ്ത് നോക്കാൻ വേറൊരാളില്ല.